ഒരു പരാതിയും എനിക്കില്ല. എന്നാൽ ഒരാളോടും ഒരു മനുഷ്യനും ചെയ്യരുതാത്ത ഒരു ദ്രോഹം ഫൈസൽ ക്ഷണിച്ച 2 അതിഥികളോട് ചെയ്തു. ബിഗ് ബോസിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ലെസ്ബിയൻ ദമ്പതികളായ ആദിലയെയും നൂറയെയും ഫൈസൽ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ആദിലയോടും നൂറയോടും ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ആദില നൂറയാണ്. എല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. ആദില നൂറെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. സി ഗൈസ്, ഇവിടെ മതമാണ് പ്രശ്നം. മതത്തിന് വേണ്ടിയിട്ട് സ്വന്തം നിലപാട് മറന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ മുതലാളിയാണ് നമ്മൾ ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലെ ഫൈസൽ എന്ന വ്യക്തിയുടെ ഗൃഹപ്രവേശം, അതായത് പാലുകാച്ചി ചടങ്ങിന് ഒരു ആഡംബരപരമായിട്ടുള്ള ഒരു പാലുകാച്ചി ചടങ്ങായിരുന്നു. ഏകദേശം 100 കോടി രൂപ മുടക്കി വെച്ച ഒരു ഭവനത്തിന്റെ പാലുകാച്ചി ചടങ്ങിന് ഒരുപാട് മേഖലകളിൽ നിന്ന് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അതായത് സിനിമാ മേഖലയിൽ നിന്നും, രാഷ്ട്രീയം, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്നിവിടങ്ങളിൽ നിന്ന് കുറെ അധികം ആൾക്കാർക്ക് ക്ഷണം കിട്ടിയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, മലബാർ ഗോൾഡിന്റെ ചെയർമാനായ MBA അഹമ്മദിന്റെ സഹോദരി പുത്രനാണ് ഈ ഫൈസൽ. അതായത് അതൊരു സഹസ്ഥാപകൻ, മലബാർ ഗോൾഡിന്റെ ഒരു സഹസ്ഥാപകൻ മാത്രമാണ് ഫൈസൽ. ഫൈസലിന് ഇത് കൂടാതെ വേറെ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, ഒരു സുഹൃത്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയയുടെ ഇടയിൽ ഒരു പ്രാഞ്ചിയേട്ടൻ എന്ന രീതിയിലൊക്കെ ഒരു അറിയപ്പെടുന്ന ഏകദേശം ഒരു വ്യക്തിയാണ് ഫൈസൽ. കാരണം എന്താ വെച്ചാൽ, തന്റെ ആഡംബര ജീവിതം സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെ കാണിക്കുകയും തന്റെ ആഡംബര വസ്തുക്കൾ പലപ്പോഴും മറ്റു റീൽസിലൂടെയും ചിത്രീകരിച്ച് പുറത്തു വിടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയാണ് ശരിക്കും നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു പ്രാഞ്ചിയേട്ട മോഡൽ. അതിന് നമുക്ക് കുറ്റം പറയാൻ ഒന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ പൈസ അദ്ദേഹം എങ്ങനെ ചെലവഴിക്കണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. പക്ഷെ എന്തെന്ന് വെച്ചാലും ഇത് സംഭവം അതല്ല. കാരണം കഴിഞ്ഞ ദിവസം ഈ ഇദ്ദേഹത്തിന്റെ ക്ഷണം കിട്ടിയത് പ്രകാരം ഒരുപാട് സെലിബ്രിറ്റീസ് ഈ പാലുകാച്ചി ചടങ്ങിന് പങ്കെടുത്തിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബിഗ് ബോസ് താരങ്ങളായ ലെസ്ബിയൻ കപ്പിൾസായ ആദിലയ്ക്കും നൂറയ്ക്കും ക്ഷണം കിട്ടിയതനുസരിച്ച് അവരും എത്തിയിരുന്നു. അപ്പൊ എത്തിയതൊന്നും കുഴപ്പമില്ല. അവരെ സ്വീകരിച്ചു, വേണ്ടുന്ന പോലെ എല്ലാം സ്വീകരിച്ചു, ഫുഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഫോട്ടോസ് എടുത്തു, റീൽസ് എടുത്തു. പതിവ് പോലെ തന്നെ പ്രാഞ്ചിയേട്ടൻ എന്ന് വിളിപ്പേരുള്ള നമ്മുടെ ഫൈസൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇവരുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു, റീൽസ് പോസ്റ്റ് ചെയ്തു. അങ്ങനെ പല രീതിയിൽ അങ്ങനെ എല്ലാരും അറിഞ്ഞു. അപ്പം ഏതാനും ഒരു 3-4-5 മണിക്കൂറിന് ശേഷം അടുത്ത ഒരു നിമിഷം ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ വേറൊരു പോസ്റ്റ് വരികയാണ്. അതായത്, ഈ ആദില നൂറെ സ്വീകരിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു, എന്റെ അറിവോടുകൂടി അല്ല ഇവരെ ക്ഷണിച്ചതെന്നൊക്കെ ഉള്ള ഒരു പോസ്റ്റ് വന്നപ്പോഴത്തേക്ക് ശരിക്കും അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പം ഇതെന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മതം തലയ്ക്ക് പിടിച്ച്. അതായത് മുൻപേ ഈ ആദിലയുടെ നൂറയുടെ ഒക്കെ റീൽസും കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ച് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പ്രചരിച്ചപ്പം ഇദ്ദേഹത്തിന് കുറെ കമന്റുകൾ, ആങ്ങളമാർ വന്നിട്ട് കുറെ കമന്റ് ഇടുകയുണ്ടായി. ഇതിലെ സദാചാര ബോധം ഇല്ലാത്ത ആ വ്യക്തികളെല്ലാം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ മതത്തെ അവഗണിക്കുന്ന ഇവറ്റകളെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം ഇടിഞ്ഞു പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമന്റ് വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ബിസിനസ് കെട്ടിപ്പടുത്തണമല്ലോ, അതുകൊണ്ട് മതത്തിന്റെ കൂടെ നിന്നു. കാരണം മുസ്ലിംസ് ആണല്ലോ ഏറെക്കുറെ ഇദ്ദേഹത്തിന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം സമ്പ്രദായങ്ങളെല്ലാം കൂടുതൽ കിട്ടുന്നത്. അപ്പൊ മുസ്ലിംസുകളെ പിണക്കാൻ പാടില്ല. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി വെച്ചിട്ട് പകരം ഇവരെ തള്ളി പറഞ്ഞുകൊണ്ട്, ആദിലെ നൂറേൻ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു റീൽസ് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റ് ഇങ്ങനെയാണ്, വായിക്കാം. എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായതില്ല. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമങ്ങൾ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ സ്വീകരിച്ചതോടെ പൊതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനാൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് പോസ്റ്റ്. ഇതിൽ 2 തെറ്റ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആദില നൂറ ഇവരൊരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള 2 മനുഷ്യരാണ്. അവര് ലെസ്ബിയൻ എന്നുപരി 2 മനുഷ്യർ എന്നുള്ള ഒരു പരിഗണന ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അവിടെ കൊടുക്കണമായിരുന്നു. ഇപ്പൊ ഇവര് ലെസ്ബിയൻ ആയിട്ട് ഇവര് ഒളിച്ചു വെച്ച കാര്യങ്ങൾ, ഇവര് തന്നെ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ്. ഇവര് ലെസ്ബിയൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവര് ബിഗ് ബോസ് ഷോയിലും ലെസ്ബിയൻ കപ്പിൾസ് എന്ന ഒരു ടാഗോട് കൂടിയാണ് അവർ അതിനകത്ത് മത്സരാർത്ഥിയായത്. അപ്പോൾ ഇവര് ലെസ്ബിയൻസ് അല്ല, ഇവരെ ക്ഷണിക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള ഒരു ബോധമില്ലായ്മയൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നില്ല. ചിലപ്പോൾ ശരിയായിരിക്കും ഇതൊരു ഏജൻസിയെ ഏൽപ്പിച്ചായിരിക്കും. എന്നാലും ഏജൻസിയെ ഏൽപ്പിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം എന്താണ് ഒരു ക്രോസ് ചെക്കും ചെയ്തിട്ടില്ലേ? ആരൊക്കെ തങ്ങളുടെ ഇതിനോട്ട് ക്ഷണിക്കപ്പെട്ടു എന്നൊരു ക്രോസ് ചെക്ക് ഒന്നും ചെയ്തിരുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ്
ഇവര് വന്ന സമയത്ത് ഷൂട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളും ക്ലിപ്സും കാര്യങ്ങളും എല്ലാം പുറത്തോട്ട് പോയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് കണ്ടിട്ട് ഈ പ്രശ്നത്തിൽ കൂടുതലും പറയേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആ ക്ലിപ്സും കാര്യങ്ങളും ഒന്നും കണ്ടിട്ട് വരാം. ഞങ്ങളിത് കൊട്ടാരത്തിലേക്ക് കയറ്റിരിക്കുന്നു. അടിപൊളിയാണ്. ബിഗ് ബോസിൽ നിന്ന് വന്ന് മറ്റൊരു ഭവനത്തിലേക്ക് കയറാൻ പോവാണ്. എന്ത് തോന്നുന്നു? ബിഗ് ബോസ് വന്നിട്ട് ഇപ്പൊ വേറൊരു ഹൗസിലും എനിക്കൊന്നും പറയണ്ടേ അറിയത്തില്ല. നമ്മള് ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇപ്പോ വേറൊരു ഫംഗ്ഷൻ ഡോറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ശരി, കണ്ടല്ലോ. ഇതിൽ തന്നെ ഇവര് കയറി വരുമ്പോഴത്തേക്ക് അതിനകത്ത് വന്ന ഒരു ഡയലോഗ് ഉണ്ട്, വീട്ടിൽ കേട്ടാത്തവരെ ഇതാ ഞങ്ങൾ കൊട്ടാരത്തിലോട്ട് കേറ്റുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ കേറ്റുന്നു. പിന്നെ ഇദ്ദേഹം ഇവരുമായിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇവരുടെ പിക്ചർ ഇതാക്കുന്നു. പിന്നെ ഇവര് വിപ്രോ കമ്പനിയിലെ ജോലിക്കാരാണ്. ഇവർക്ക് അങ്ങനെ ആവശ്യമില്ലാണ്ട് ഒരു ക്ഷണിക്കാത്ത ഒരു സ്ഥലത്ത് കയറി വരേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല തലയെടുപ്പോട് കൂടി നിൽക്കുന്ന രണ്ട് മനുഷ്യരാണ്. നമുക്ക് വേറെ ഗെയിം കളിക്ക് നമുക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം കുതികാലി വെട്ടുന്ന സ്വഭാവമൊക്കെ തന്നെയായിരുന്നു. എന്തിനാലും അതൊക്കെ മാറ്റി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ കാണിച്ചത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതിലെ നൂറോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയ ക്ഷണം അത് നിങ്ങൾ പബ്ലിക്കായിട്ട് കൊടുക്കുക. പിന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഒരു എമൗണ്ട് തന്നിട്ടുണ്ടാവുമല്ലോ ഈ ക്ഷണത്തില്. അപ്പൊ ആ എമൗണ്ടും നിങ്ങൾ പബ്ലിക്കായിട്ട് കാണിക്കുക. അപ്പം അതൊക്കെ ഉള്ളൂ. ഇവരെ എന്നാണെങ്കിലും എക്സ്പോസ് ആക്കണം. അപ്പൊ ഇത് വളരെ മോശമായ പ്രകടനമാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അവഗണിച്ചും പിന്നെ ഇവരെ ക്ഷണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്ര അപമാനകരമായിട്ടാണ് ഇവരെ ചിത്രീകരിച്ചത്. നമുക്കറിയാം ബിഗ് ബോസ് ഷോയില് നമ്മുടെ ലക്ഷ്മി, അതിലെ ഒരു മത്സരാർത്ഥിയായിരുന്ന ലക്ഷ്മി ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ലക്ഷ്മിയുടെ വീട്ടുകാര് ഇതുപോലെ തന്നെ ബിഗ് ബോസ് ഷോയിൽ വന്ന സമയത്ത് ലക്ഷ്മിയുടെ അമ്മ ഒരു സ്റ്റാൻഡ് പറഞ്ഞു, അതായത് എന്റെ മകള് ലക്ഷ്മി വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ നിങ്ങൾ സിറ്റൗട്ട് വരെ കയറ്റാം. അപ്പൊ അവിടെയും ഇവരെ ശരിക്കും പറയുകയാണെങ്കിൽ താറടിക്കാനുണ്ടായിരുന്നു, ഇവരെ അപമാനിക്കാനുണ്ടായിരുന്നു. അപ്പം അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ലാലേട്ടൻ പറഞ്ഞിരുന്നത്, നിങ്ങളെ എന്റെ വീട്ടിലോട്ട് ക്ഷണിക്കാം. അതായത് ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് പോലും ലാലേട്ടൻ എടുത്ത് പറഞ്ഞു, നമുക്ക് ഇരു കൂട്ടുകാർക്കും സമയം കിട്ടുന്ന ഒരു നേരത്ത് നിങ്ങളെ ഒരു വിരുന്നിന് എന്റെ വീട്ടിലോട്ട് തീർച്ചയായും ക്ഷണിക്കുന്നതായിരിക്കും, അത് നമുക്ക് പിന്നീട് അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മി പറയുന്നത് പോലെ സമാനമായുള്ള രീതിയിൽ ഇത് വിളിച്ചു വരുത്തിയിട്ട്, അതായത് ഉറങ്ങിക്കിടന്നവനെ വിളിച്ചു വരുത്തിയിട്ട് ഊണില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായി. ഇവർക്ക് അതിൽ പകരം ഒരു അപമാനം കിട്ടാനില്ല. തീർച്ചയായും കുറച്ചെങ്കിലും ഉൾപ്പെന്ന് പറയുന്ന ഒരു സാധനം ഈ പറയുന്ന ഫൈസൽ, മലബാർ ഗോൾഡിന്റെ സഹപ്രവർത്തകനുണ്ടെങ്കിൽ തീർച്ചയായും ഈ രണ്ട് വ്യക്തികളോട് മാപ്പ് പറയണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നമുക്ക് ഈ വിഷയത്തിലോട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അധികാരവും പണവും ഉള്ള സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാർ കാണും. ഈ അധികാരവും പണവും ഒന്നും പോകാൻ അധിക സമയമൊന്നും വേണ്ട എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഈ കാണുന്ന നിങ്ങളോടും പറയാനുള്ളത്. അപ്പം നിലപാടെന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ അതിനെ തുറച്ചു തന്നെ നിൽക്കണം. അത് മറന്ന് നമുക്ക് മറ്റെന്തിനോ ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഒന്നല്ലെങ്കിൽ ഇവരെ വിളിച്ചു കഴിഞ്ഞിട്ട് ഫൈസൽ അത് ആ വന്ന പോസ്റ്റിങ്ങിനുള്ള, അതായത് ഇവർക്കെതിരായിട്ട് വന്ന പോസ്റ്റിന് ഇങ്ങനെ ഒരു പ്രതികരണം പാടില്ലായിരുന്നു, നിങ്ങൾ നിശബ്ദമായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ചങ്കൂറ്റത്തോടെ നേരിടണമായിരുന്നു. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് അവർ വന്നത്, അതിനെന്താണ് ഇപ്പൊ പ്രശ്നം, അല്ലെങ്കിൽ അങ്ങനെ നേരിടണമായിരുന്നു. അല്ലെങ്കിൽ ഇതിൽ പിന്നീട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കുണ്ടായി. പക്ഷെ മുക്കിട്ട് ഒരു കാര്യമില്ല, കാരണം ഇത് കിട്ടേണ്ടിടത്തെല്ലാം കിട്ടി, നന്നായിട്ട് സ്പ്രെഡായി. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി പറയുക എന്ന് മാത്രമാണ്. ഒപ്പം തന്നെ ഇവരോട് പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞാൽ നല്ലതായിരിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ എക്സ്പോസ് ആകുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ, ബൈ.